2022 സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി 44,000 കിലോമീറ്റർ വണ്ടി ഓടിയ VXi വണ്ടിയാണ്. ഇത് മാരുതി സുസുക്കിയുടെ പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വാഹനമാണ് ഗ്രാൻഡ് വിത്താര. ഡീറ്റെയിൽസ് തന്നെ XUV500 W6 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓൺഷിപ്പാണ് വണ്ടി വരുന്നത്. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ നെക്സോൺ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി 42,000 കിലോമീറ്റർ. ഇത് ഉണ്ടായി കമ്പനിയുടെ വെന്യൂല്ലേ? ഡീറ്റെയിൽസ് തന്നെ. ഇത് 2022 മോഡൽ S+. ഇത് 2023 വണ്ടി സിംഗിൾ ഓണർ SX വണ്ടിയാണ്. കാപ്പ എഡിഷൻ കിലോമീറ്റർ ഓടി ഇറട്ടിയ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. 2024 വണ്ടി സിംഗിൾ ഓൺഷിപ്പ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കിടിലൻ യൂസർ ഷോറൂമിലാണ്. നമ്മുടെ ലതീഷ് ബ്രോന്റെ A1 യൂസർ ഷോറൂം. ഇവിടുത്തെ ഷോറൂം വീട് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളതാണ്. എല്ലാ മാസം പുതിയ സ്റ്റോക്ക് വരും അല്ലേ? അപ്പൊ ഈ മാസം നല്ല കിടിലൻ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ വാഹനങ്ങളാണ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ് പ്രൈസ് റേഞ്ച്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടുള്ള കിടിലൻ വീഡിയോ ആണ്. നല്ലൊരു യൂസർ വേണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. ലതീഷ് ബ്രോ, ഈ ഒരു മാസം എത്രയാണ് ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ ഷോപ്പിലുള്ളത് 5 ലക്ഷം മുതൽ ഒരു 20 ലക്ഷത്തിനുള്ള വണ്ടികളുണ്ട്. ഇപ്പം 20 ലക്ഷം. അതായത് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ഈ ഷോറൂമിൽ ഇല്ല. അതിന് പകരം ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ സെപ്പറേറ്റ് ഷോറൂം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഷോറൂമിലുള്ള വാഹനങ്ങളാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ ചെയ്ത് 90-95 ഇവ കാണിക്കുന്ന എല്ലാ വണ്ടി 90-95% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികൾ കൊടുക്കുന്ന പോലെ വാഹനങ്ങൾക്ക് വാറണ്ടി 6 മാസത്തെ വാറണ്ടി. കമ്പനി വാറണ്ടി ഇല്ലാത്ത വണ്ടികൾക്ക് 6 മാസത്തെ വാറണ്ടി എന്തായാലും ഉണ്ടാവും. അപ്പൊ പിന്നെ നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് കയറി വന്ന് വാഹനങ്ങൾ നോക്കാനും എടുത്തുകൊണ്ട് പോകാനും പറ്റുന്ന ഷോറൂമാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്കാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം. വീക്ഷമ ലൈക്ക്. പിന്നെ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പുള്ള നമ്പർ അല്ലേ? വാട്സപ്പ് ഉണ്ട്. കോൺടാക്ട് ചെയ്തിട്ട് വിളിച്ചാൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. റിപ്ലൈയും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? ഷോറൂം ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പയ്യന്നൂർ കാസർഗോഡ് കണ്ണൂർ നാഷണൽ ഹൈവേയിൽ പയ്യന്നൂർ കോളേജിന് തൊട്ടടുത്തായിട്ട്. പയ്യന്നൂർ കോളേജ് എത്തുന്നതിന് മുന്നേ എഡാട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോറൂം വരുന്നത്. അപ്പോൾ എല്ലാ വാഹനങ്ങളും പരിചയപ്പെടുത്തി തരാം. പല കമ്പനികളുടെ വാഹനങ്ങളുണ്ട് അല്ലേ? അപ്പോൾ എല്ലാ വാഹനങ്ങളും കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളൊരു 7 സീറ്റർ വാഹനം നോക്കുന്നുണ്ട്, പുതിയത് എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ പുതിയതിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അതിനേക്കാൾ അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം അല്ലേ? ലോ കിലോമീറ്റർ ഓടി ഇറട്ടിയ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. 2024 വണ്ടി സിംഗിൾ ഓൺഷിപ്പ് 10,000 കിലോമീറ്റർ ഓട്ടം. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല. കറക്റ്റ് സർവീസിലെ വണ്ടി. കമ്പനി വാറണ്ടി വരുന്ന കമ്പനി വാറണ്ടി. അത് വേരിയന്റ് ഏതാ? VXi വേരിയന്റ്. അഡീഷണൽ ഫിറ്റിംഗ്സ് ചെയ്യുന്നുണ്ട്. സീറ്റോസ് കാര്യങ്ങൾ അഡീഷണൽ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് നമുക്ക് 9,85,000 രൂപ ഫൈനൽ കൊടുക്കാം. 9,85,000 രൂപ കമ്പനി അണ്ടർ വാറണ്ടി ഉണ്ടാവും. അപ്പോൾ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അതാണ് പറഞ്ഞത്. പുതിയ എടുക്കുന്ന കസ്റ്റമറിന് എന്തുകൊണ്ടും അനുയോജ്യം ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു പുതിയ ഫ്രഷ് എടുക്കാൻ നിൽക്കണമെങ്കിൽ എത്ര പ്രൈസ് ഉണ്ടാവും? ഏകദേശം ഒരു 12 അടുപ്പിച്ച് വിലയുണ്ട്. ഇപ്പം 12 അടുത്ത് വില വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ലക്ഷങ്ങളുടെ മാറ്റമുണ്ട്. കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയിട്ട് നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. SUV കാറ്റഗറി വാഹനം നോക്കുന്നവർക്ക് അടുത്തത് നമ്മളെ ഹ്യുണ്ടായുടെ വെന്യൂ തന്നെയാണ് സ്റ്റോക്ക് അല്ലേ? ഡീറ്റെയിൽസ് ആണ്. ഇത് 2023 വണ്ടി സിംഗിൾ ഓണർ SX വണ്ടിയാണ്. കാപ്പ എഡിഷൻ 1.2 ടർബോ അല്ല, നോൺ ടർബോ വണ്ടിയാണ്. ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ഇതിന് ഡോർ റീപ്ലേസ് ആണ്. ഡോർ മാത്രം ഗ്ലാസ് മാറിയിട്ട് ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട്. 23 വണ്ടി 69,000 കിലോമീറ്റർ ഓട്ടം. കറക്റ്റ് കമ്പനി സർവീസ്. കമ്പനി അണ്ടർ വാറണ്ടി വരുന്ന വണ്ടി. 2027 വാറണ്ടിയിലെ വണ്ടി. നമുക്ക് ഫൈനലായിട്ട് 7,20,000 രൂപ കൊടുക്കാം. 7,20,000 സൺറൂഫ് അലവേല് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഓക്കെ. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാം. ഇത് ഉണ്ടായി കമ്പനിയുടെ വെന്യൂ അല്ലേ? ഡീറ്റെയിൽസ് തന്നെ. ഇത് 2022 മോഡൽ S+. സിംഗിൾ ഓണർഷിപ്പ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമില്ല. പക്ഷേ CNG അഡീഷണൽ ആഡ് ചെയ്തിട്ട് വണ്ടിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പെട്രോളും CNG യൂസ് ചെയ്യാൻ പറ്റും. CNG ഏകദേശം 23 കിലോമീറ്റർ വൈകിട്ടുന്ന കസ്റ്റമർ പറഞ്ഞത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമില്ല. കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടി. ഫൈൻ 44,000 കിലോമീറ്റർ വണ്ടി ഓടിക്കും. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഹിസ്റ്ററിംഗ് ആൾക്ക് അവൈലബിൾ ആണല്ലേ? ഫൈനലായി നമുക്ക് 6,70,000 കൊടുക്കാം. 6,70,000 മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? 100%. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 100% ലോൺ സൗകര്യം കൂടി കിട്ടുന്ന വാഹനമാണ്. അപ്പോൾ 0 ഡൗൺ പേയ്മെന്റിൽ നല്ലൊരു വാഹനം നോക്കുന്നവരാണെങ്കിൽ അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. പിന്നെ പോരാതെ ഇതിന് എല്ലാ ഫിറ്റിംഗ്സിനും എല്ലാ ഇലക്ട്രിക്കൽ പാർട്സ് ആയിക്കോട്ടെ, കംപ്രസർ ആയിക്കോട്ടെ, എല്ലാ പാർട്സും കമ്പനി അണ്ടർ വാറണ്ടി ഇപ്പോഴും നിലവിലുണ്ട്. വാറണ്ടി ഉണ്ട്. എല്ലാം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. അപ്പോൾ ഇനി എടുക്കുന്ന കസ്റ്റമറിന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പുതിയത് എടുക്കുന്ന അതേ വിശ്വാസത്തോട് പോയിട്ട് എടുക്കാൻ പറ്റുന്ന വാഹനമാണ്. നല്ല രീതിയിൽ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വാഹനമാണ് ടാറ്റയുടെ നെക്സോൺ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ നെക്സോൺ സിംഗിൾ ഓൺഷിപ്പ് 42,000 കിലോമീറ്റർ. ഏറ്റവും ഫുൾ ഓഫ് സൺറൂഫ് അടക്കം വരുന്ന മോഡൽ. ടോപ്പിന് വേരിയന്റ് ആണല്ലേ? പെട്രോൾ വണ്ടിയാണ്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 6,20,000 രൂപ കൊടുക്കാം. 6,20,000 മാക്സിമം ലോൺ സൗകര്യം ഉണ്ടല്ലേ? മാനുവൽ അല്ലേ? ഫുൾ ലോൺ ചെയ്യാൻ പറ്റൂലേ? 0 ഡൗൺ പേയ്മെന്റിൽ ഒരു യൂസ്ഡ് കാർ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം നല്ല രീതിയിൽ പെർഫോമൻസ് സേഫ്റ്റി അളക്ക് വരുന്ന വാഹനമാണ് നെക്സോൺ. ഒരു വലിയ വാഹനം അതും ഡീസൽ നോക്കുന്നവരാണെങ്കിൽ നമ്മുടെ അടുത്ത് മഹേന്ദ്രയുടെ XUV500 ഡീറ്റെയിൽസ് തന്നെ. XUV500 W6 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓൺഷിപ്പാണ് വണ്ടി വരുന്നത്. ഓടിയിരിക്കുന്നത് 60,000 കിലോമീറ്റർ. ഇതിന്റെ ഡോർ മാറിയിട്ടുണ്ട്. ഒരു ഡോർ മാത്രം മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാറിയ ഡോർ മാത്രം ഓക്കെ.
കറക്റ്റ് കമ്പനി സർവീസ് ആണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലായിട്ട് 6,15,000 രൂപ കൊടുക്കാം. 6,15. വലിയൊരു വാഹനത്തിന് ചെറിയൊരു എമൗണ്ട് ആണ് ചോദിക്കുന്നത്. മീഡിയം ബഡ്ജറ്റിൽ വലിയ വാഹനം, അതും ഡീസലിൽ. അപ്പൊ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. നമുക്കിത് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാലോ. ഏകദേശം ഒരു 5,500 അറേഞ്ച് ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്തിട്ട് വാഹനം സ്വന്തമാക്കാം. ഇത് ഉണ്ടായിട്ട് വെന്യൂ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2020 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് 50,000 കിലോമീറ്റർ IMT വണ്ടിയാണ്. വെന്യൂ IMT, പെട്രോൾ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, സൺറൂഫ് അടക്കം വരുന്ന എല്ലാം വരുന്നതാണ്. സൺറൂഫ്, പുഷ്പട്ട സ്റ്റാർട്ട്, അലോയിൽ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടി നോക്കുന്നവർക്ക് എന്തായാലും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. അത് SUV കാറ്റഗറിയിൽ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 50,000 കിലോമീറ്റർ. ഇത് ഫൈനൽ റേറ്റ് നമുക്ക് 6,20,000 കൊടുക്കാം. 6,20,000 രൂപ. മാക്സിമം ലോൺ സൗകര്യം. വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 6 മാസം വാറണ്ടി ഉണ്ടാവും. പേടിക്കുക, നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂം ആയതുകൊണ്ടാണ് വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് യൂസർ വീഡിയോ കണ്ടിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് വീണ്ടും അവസരം കിട്ടുന്നത്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങൾ SUV സെഗ്മെന്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് അർബൻ ക്രൂസർ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2022 മോഡൽ ഫുൾ ഓപ്ഷൻ അർബൻ ക്രൂസർ. ഫ്രണ്ട് ഡാഷ് ക്യാമറ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ എല്ലാം അഡീഷൻ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമില്ല. ബട്ടൺ സ്റ്റാർട്ട്, സൺറൂഫ് ഒഴികെ ബാക്കി എല്ലാ ഫംഗ്ഷൻസും ഉണ്ട് വണ്ടിക്ക്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടി? 40,000 കിലോമീറ്റർ. പെട്രോൾ വണ്ടി. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ഹൈബ്രിഡ് ആണ് വണ്ടി ഇടുന്നത്. അത്യാവശ്യം മൈലേജും 15 റേഞ്ച് ആവറേജ് കിട്ടുമായിരിക്കും അല്ലേ? അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്ക് 9,400 കൊടുക്കാം. 9,25,000 രൂപ. മാക്സിമം ലോൺ സൗകര്യം. 7 സീറ്റർ വാഹനങ്ങൾ നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2022 സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി, 44,000 കിലോമീറ്റർ വണ്ടി ഓടി. VXI വണ്ടിയാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ അഡീഷൻ ചെയ്തിട്ടുണ്ട്. സൈഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ അഡീഷൻ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഫൈനലായിട്ട് ഇത് 8,65,000 രൂപ ഫൈനൽ കൊടുക്കും. ഫൈനൽ മാക്സിമം ഒരു മാന്യമായ വില മാത്രമാണ് അവർ ചോദിക്കുന്നുള്ളൂ. മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. വാഹനങ്ങൾ മാറ്റിയെടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിങ്ങളുടെ വാഹനത്തിന് നല്ല വിലയും കിട്ടില്ല. മാരുതിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഒരു വാഹനമാണ് XL6 അല്ലേ? നെക്സയിലൂടെ ഇറങ്ങുന്ന വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2021 മോഡല് 38,000 കിലോമീറ്റർ XL6 ആൽഫ വേരിയന്റ് ഓട്ടോമാറ്റിക് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ കറക്റ്റ് കമ്പനി സർവീസ് വേണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഓടിക്കുന്നത്. ഫൈനലായിട്ട് നമുക്ക് 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപക്ക്. 10 ലക്ഷം വേണം. ഓണത്തിന് ഓഫർ ആയിക്കോട്ടെ. 9,90,000 കൊടുക്കാം. 9,90,000 രൂപ. അതായത് കൊടുത്തിരുന്ന പ്രൈസിൽ നിന്ന് ഓണം പ്രമാണിച്ചിട്ട് നമുക്കിപ്പോൾ ഡിസ്കൗണ്ടിലൂടെയാണ് വാഹനങ്ങൾ സെയിലിന് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിൽക്കുന്ന കസ്റ്റമർ എന്തായാലും എടുക്കാൻ പറ്റുന്ന 16 ലക്ഷത്തി സംതിങ്ങിന്റെ വിലയുണ്ട്. ഇപ്പോൾ വില വരുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ മാറ്റേണ്ട വിലയിൽ വാറണ്ടി ഉണ്ടാവില്ലേ? പിന്നെ വാറണ്ടി ഉണ്ടാവും. 6 മാസം വാറണ്ടി എന്തായാലും 6 മാസം വാറണ്ടി എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് മാരുതി സുസുക്കിയുടെ പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വാഹനമാണ് ഗ്രാൻഡ് വിത്താര. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ തന്നെ. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടി 2023 സീറ്റ വേരിയന്റ് സിംഗിൾ ഓൺഷിപ്പ് 40,000 കിലോമീറ്റർ. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും കയറാത്ത വണ്ടിയാണ്. GT-ലേക്കും ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, അലോയ് വീൽ ഉണ്ട്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ മൈലേജ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 17.2 ആണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഇത് 11,25,000 രൂപ ചെയ്യാൻ. 11,25,000 രൂപ. ഇതിന്റെ പുതിയനൊക്കെ എത്ര വില ഉണ്ടാവും? 16,80 വേണ്ടി അതൊക്കെ വരുന്നുണ്ടല്ലേ? അപ്പൊ നല്ല രീതിയിൽ പ്രൈസിൽ മാറ്റം നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഒരു യൂസ്ഡ് വാഹനം എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞാൽ ഇതൊരു പ്രൈസിൽ വരുന്ന മാറ്റം തന്നെയാണല്ലേ? ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുമ്പോൾ അത്യാവശ്യം നമുക്കൊരു പുറത്ത് മാർക്കറ്റ് നടക്കുന്നുണ്ട്. ചെക്ക് ചെയ്താൽ മതി, നോക്കിയിട്ട് മതി. നല്ല മാന്യമായ വിലയാണ് ചോദിക്കുന്നുള്ളൂ. മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. വാറണ്ടി ഉണ്ടോ? കമ്പനി വാറണ്ടി കമ്പനി അണ്ടർ വാറണ്ടി ഉണ്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ് ടൊയോട്ടയുടെ ഇന്നോവ. ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ നമുക്ക് അങ്ങനെ വരാറില്ല വാഹനം നല്ലത്. അത് ഒറിജിനൽ കേരളം നമ്മുടെ ഈ മാസം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. 2014 മോഡൽ G4 സെക്കൻഡ് ഓൺഷിപ്പാണ്. 1,35,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. ബാക്ക് ഡിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ഡിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. നമുക്ക് ഫൈനലായിട്ട് 8,70,75,000 രൂപ കൊടുക്കാം. 8,70,75,000 രൂപ. അതർ സ്റ്റേറ്റ് അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാം. നമുക്ക് 6 ലക്ഷം വരെ എന്തായാലും ലോൺ കിട്ടും. 6,15,000 വരെ നമുക്ക് എന്തായാലും ലോണും കിട്ടും. അതൊക്കെ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ലൊക്കേഷൻ എവിടെ വരുന്നത്? കണ്ണൂർ, പയ്യന്നൂർ, എടാട്ട്.